റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ബന്ധപ്പെട്ട വസതിയിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്നാമതൊരാൾ കൂടി അറസ്റ്റിലായതായി മെറ്റ് പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച ലണ്ടനിലെ ചെൽസിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ജീവൻ അപകടപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് 34-കാരനായ ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. കെൻഡിഷ് ടൗണിൽ ഒരു വാഹനത്തിന് തീപിടുത്തം, അതേ തെരുവിലെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വീട്ടിൽ തീപിടുത്തം, വടക്കു പടിഞ്ഞാറൻ ലണ്ടനിൽ അദ്ദേഹം മുമ്പ് താമസിച്ചിരുന്ന ഒരു വിലാസത്തിൽ തീപിടുത്തം എന്നിങ്ങനെ 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലായത്. ശനിയാഴ്ച ഇതേ കുറ്റത്തിന് സംഭവത്തിന്റെ പേരിൽ 26 വയസ്സുള്ള ഒരാൾ ലണ്ടൻ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. 21 വയസ്സുകാരനായ റോമൻ ലാവ്രിനോച്ച് എന്നയാളാണ് ഈ കുറ്റത്തിന് ആദ്യം അറസ്റ്റിലായത്. ഇയാൾ ഉക്രൈനിയൻ വംശജനാണെന്ന് നേരത്തെ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. ആഗോള പരാഗണകാരികളുടെ സംരക്ഷണത്തിൽ ഉയർന്നു വരുന്ന ഭീഷണികളും അവസരങ്ങളും എന്ന റീഡിംഗ് സർവകലാശാലയുടെ സമീപകാല റിപ്പോർട്ടിംഗിലാണ് അടുത്ത ദശകത്തിൽ തേനീച്ചകൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന 12 ഭീഷണികളെ എടുത്തു കാണിച്ചിരിക്കുന്നത്. യുദ്ധമേഖലകൾ, മൈക്രോപ്ലാസ്റ്റിക്, കൃത്രിമ തെരുവിളക്കുകൾ എന്നിവ ഉയർത്തുന്ന അപകടങ്ങളിൽ ഉൾപ്പെടുന്നത് ഇത്തരം ജീവികളാണ്. യുക്രൈനിലെ യുദ്ധം പോലുള്ള സംഘർഷങ്ങളിൽ കാർഷിക രീതികളെ തടസ്സപ്പെടുത്തി ഇത് വിളവൈവിധ്യം കുറയുന്നതിലേക്കും നയിച്ചു. തേനീച്ചകൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷ്യസ്രോതസ്സുകൾ നഷ്ടപ്പെടുത്തുവാൻ ഇത് കാരണമായി. ആഗോള പരാഗണകാരികളുടെ എണ്ണം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികളെ ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു. യൂറോപ്പിലുടനീളമുള്ള തേനീച്ചക്കൂടുകളെ മൈക്രോപ്ലാസ്റ്റിക് കണികകൾ മലിനമാക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. പഠനത്തിന് വിധേയമായ 315 തേനീച്ച കോളനികളിൽ മിക്കതും PET പ്ലാസ്റ്റിക് പോലുള്ള കൃത്രിമ വസ്തുക്കൾ കണ്ടെത്തി. തെരുവിളക്കുകളിൽ നിന്നുള്ള കൃത്രിമ വെളിച്ചം, രാത്രിയിൽ പരാഗണം നടത്തുന്ന ജീവികൾ പൂക്കൾ സന്ദർശിക്കുന്നത് 62% കുറഞ്ഞതായി കണ്ടെത്തി. ഇതിനു പുറമെ വായു മലിനീകരണം ഇത്തരം ജീവികളുടെ നിലനിൽപ്പിനെയും പ്രത്യുൽപാദനത്തെയും വളർച്ചയും പ്രതികൂലമായി ബാധിക്കുന്നു. UK-യിലെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഗുരുതരമായ നിരീക്ഷണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും രാജ്യത്തിന്റെ ജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ്. മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ UK-യിൽ 50 വയസ്സിന് താഴെയുള്ളവരുടെ മരണനിരക്ക് സമീപ വർഷത്തിൽ വളരെ മോശമായെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മയക്കുമരുന്ന്, അക്രമം എന്നിവയിൽ നിന്നുള്ള മരണനിരക്കുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ UK സമ്പന്ന ലോകത്തിലെ രോഗി എന്നാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ അക്കാദമിക് വിദഗ്ധർ 22 രാജ്യങ്ങളിലെ ആരോഗ്യമരണ രീതികളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തെ ആസ്പദമാക്കി ഹെൽത്ത് ഫൗണ്ടേഷൻ തിങ്ക് ടാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ അടങ്ങിയിരിക്കുന്നത്. ക്യാൻസർ, ഹൃദ്രോഗം എന്നിവയിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പരിക്കുകൾ, അപകടങ്ങൾ, വിഷബാധ എന്നിവയിൽ നിന്നുള്ള മരണനിരക്ക് വർദ്ധിച്ചു. നിയമവിരുദ്ധമായി മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്ററിൽ പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അധ്യാപികയായ ഇന്ത്യൻ വംശജയുടെ പ്രവാസി പൗരത്വം ഇന്ത്യ റദ്ദാക്കിയതായി ആരോപണം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് ഇന്ത്യൻ അധികൃതരുടെ നടപടിയെന്ന് കാശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട നിതാഷ കോൾ ആരോപിച്ചു. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എഴുത്തും പ്രസംഗവും ഉൾപ്പെടെയാണ് OCI റദ്ദാക്കിയതിന് കാരണമായി ഇന്ത്യൻ അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. സർവകലാശാലയിലെ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെമോക്രസി ഡയറക്ടർ കൂടിയാണ് നിതാഷ. ഇനി നാട്ടിലെ വാർത്തകൾ. ചാരക്കേസിൽ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര വീടുമായി വലിയ ബന്ധം പുലർത്തിയില്ലെന്ന് പിതാവ് ഹരീഷ് മൽഹോത്ര. മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെക്കുറിച്ചോ യൂട്യൂബ് ചാനലിനെക്കുറിച്ചോ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളെക്കുറിച്ചോ തങ്ങൾക്ക് കൂടുതൽ അറിവില്ലെന്ന് അവർ പ്രതികരിച്ചു. ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജ്യോതി വീട് വിട്ടിറങ്ങിയതെന്നും മറ്റു വിവരങ്ങളൊന്നും പങ്കുവച്ചില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതിനപ്പുറം മറ്റൊന്നും പറഞ്ഞില്ല. കോവിഡിന് മുൻപ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ ഡൽഹി യാത്രയെപ്പറ്റി കൂടുതലൊന്നും ഞാൻ ചോദിച്ചതുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹമാധ്യമത്തിൽ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മലയാളി ആക്ടിവിറ്റിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമായ റിജാസ് സൈദിഖ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്നും അവിടെ പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിലാണ് റിജാസിന്റെ ഡാർക്ക് വെബിലെ സാന്നിധ്യം മനസ്സിലായതെന്നും കൂടുതൽ അന്വേഷണത്തിനായി മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 7-ന് നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും നിയമവിദ്യാർത്ഥിയായ സുഹൃത്ത് ഉഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. 11-ന് റിജാസിന് എറണാകുളത്തെ വസതിയിൽ ATS പരിശോധന നടത്തുകയും 15-ാം തീയതി UPA ചുമത്തുകയും ചെയ്തിരുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപേ കേരളത്തിൽ മഴ ശക്തം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ദുരിതങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഴ ഏറ്റവും ശക്തമായ വടക്കൻ കേരളത്തിലാണ് വലിയ നാശനഷ്ടങ്ങളും അപകടങ്ങളും ഉണ്ടായത്. കൊയിലാണ്ടി തുറമുഖത്തു നിന്ന് മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. നടക്കാവ് നാലുകുടിപ്പറമ്പ് ഹംസക്കോയ ആണ് മരിച്ചത്. മതിലുകൾ ഇടിഞ്ഞു വീണും മരം ഒടിഞ്ഞും വെള്ളം കയറിയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇടിമിന്നലിനെ തുടർന്ന് നിരവധി വീടുകളിൽ വയറിംഗ് കത്തി നശിച്ചു. മഴ കനത്തതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കണ്ണൂരിലെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി
നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്ലേ ഓഫിൽ കടക്കും മുൻപേ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. ടീം വിട്ട റയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, കോർബിൻ ബോഷ് എന്നിവർക്ക് പകരക്കാരായി പുതിയ വിദേശ താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിച്ചു. ഇംഗ്ലണ്ട് താരങ്ങളായ ജോണി ബെയർസ്റ്റോ, പേഴ്സൽ റിച്ച് ഗ്ലിസൺ, ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസുലങ്ക എന്നിവരെയാണ് മുംബൈ പുതുതായി വാങ്ങിയത്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നാട്ടിലേക്ക് പോയ വിൽ ജാക്സ് തിരിച്ചെത്തിയെങ്കിലും ദേശീയ ടീമിൽ കളിക്കുന്നതിനാൽ സീസൺ അവസാനിക്കും വരെ തുടരില്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 114.39 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.